മാർത്തോമ യുവജന സഖ്യവും കോഴിക്കോട് സിറ്റി സോഷ്യൽ പോലീസും സംയുക്തമായി കോഴിക്കോട് സിറ്റിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ മുക്തി ലഹരി വിമോചന കേന്ദ്രം തെരുവു നാടകവും പ്രോവിഡൻസ് വുമൻസ് കോളേജ് NSS യൂണിറ്റ് ഫ്ലാഷ് മോബും നടത്തി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി നർക്കോട്ടിക് സെൽ ACP K. ബോസ് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ജോയിന്റ് കമ്മീഷണർ സുഗുണൻ മുഖ്യാതിഥിയായി. അറിയാം, കുറേ കാലങ്ങളായി എല്ലാവരും പറയും മയക്കുമരുന്നാണ് നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രോബ്ലം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട് ഈ ഒരു മഹാവിപത്തിലേക്ക് പോയിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നവംബർ 26 കഴിഞ്ഞ വർഷം 2024 ഒരു പ്രോഗ്രാം, ഒരു ആൻറ്റി നാർക്കോട്ടിക് ക്യാമ്പയിൻ ആരംഭിച്ചാണ് ഈ ബോർഡിൽ കാണുന്നത്. ഇവിടെ നോ നമ്പർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ആൻറ്റി നാർക്കോട്ടിക് ഇനീഷ്യേറ്റീവ് കോഴിക്കോട് സിറ്റി പോലീസ് എഴുതിയിട്ടുണ്ട്. ആൻറ്റി നാർക്കോട്ടിക് ഇനീഷ്യേറ്റീവാണ്, അതിൽ കൂടെ ഓരോ വേർഡ് എഴുതിയിട്ടുണ്ട്. ഭദ്രാസന യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് ഫാദർ റോജിൻ KS, സെക്രട്ടറി ഐബിൻ ജേക്കബ്, ജനമൈത്രി പോലീസ് ജില്ലാ കോർഡിനേറ്റർ ഉമേഷ്, രതീഷ്, ഫാദർ ജിതിൻ തോമസ്, ഫാദർ ലിജിൻ വർക്കി, ജൂബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ക്യാമ്പയിൻ്റെ ഭാഗമായവർക്ക് ബാഡ്ജും ഫ്ലാഷ് മോബ് നടത്തിയവർക്ക് ഉപഹാരവും നൽകി. നമ്മുടെ സമൂഹത്തിനകത്ത് പലതരം ലഹരിയുണ്ട്. ഫുട്ബോൾ ഒരു ലഹരിയാണ്, സംഗീതം ഒരു ലഹരിയാണ്, കലാകായിക രംഗത്തുള്ള എല്ലാം ലഹരിയാണ്. സർഗാത്മകതയുടെ ലഹരിയുണ്ട്. ആ ലഹരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിനാശകാരികളായ ലഹരി വസ്തുക്കളിൽ നിന്നുള്ള മോചനം നമുക്ക് സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് നമുക്ക് ലഹരി പോരാട്ടത്തിന്റെ ആദ്യ മുദ്രാവാക്യം. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കേരളത്തിൽ 2016 കേരള സർക്കാർ വിമുക്തി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ആ വിമുക്തി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജീവിതമാണ് ലഹരി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ